മൂളി പറന്നു വരുന്ന കരിവണ്ടിനെ മൈക്രോസ്കോപ്പിലൂടെ വലുതായി കണ്ടാൽ എങ്ങനെയുണ്ടാകും? അതാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ റോമിയോ ഹെലികോപ്റ്റർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രതിരോധ കവചം തീർക്കാൻ വേണ്ടി എത്തുന്നു MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ. രാജ്യത്തെ ആദ്യ MH-60 സ്ക്വാഡ്രൺ ഹെലികോപ്റ്ററുകൾ കൊച്ചിയിലെ INS ഗരുഡയിൽ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. ആകാശത്ത് കരുത്താകാൻ അവൻ എത്തുന്നു റോമിയോ, അതും അമേരിക്കയിൽ നിന്ന്. കടലിനടിയിൽ മറിഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെ വരെ കണ്ടെത്താൻ ശേഷിയുള്ളവയാണ് റോമിയോ ഹെലികോപ്റ്ററുകൾ. അന്തർവാഹിനികളെയും കപ്പലുകളെയും കണ്ടെത്തി തകർക്കാൻ നിമിഷങ്ങൾ മതി. അതുകൊണ്ട് തന്നെ നേവിക്കാർക്ക് ഇവൻ സ്വീറ്റ് റോമിയോ ആണ്. ഇന്ത്യൻ നാവികസേനയുടെ കടൽ ശക്തിക്ക് ആകാശ കാവലായി മാറും MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ. പൈലറ്റ് കാണുന്ന ഇലക്ട്രോണിക് സ്ക്രീൻ ഡൽഹിയിൽ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സിലും കാണാനാകും. അമേരിക്കയിൽ നിന്നാണ് ഈ റോമിയോ ഹെലികോപ്റ്ററുകൾ എത്തുന്നത്. MH-60R ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രൺ 334 എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കടലിനടിയിൽ മറിഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെ വരെ കണ്ടെത്താൻ ശേഷിയുള്ളതാണ് ഈ റോമിയോ ഹെലികോപ്റ്ററുകൾ. ഈ ഹെലികോപ്റ്ററുകൾ ഇനി സമുദ്രത്തിൽ ഇന്ത്യയുടെ പ്രതിരോധത്തിന് കരുത്താകും. ശത്രു കപ്പലുകളെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ വരെ ഈ ഹെലികോപ്റ്ററിലുണ്ട്. അതുപോലെ തന്നെ ഇത് തിരച്ചിൽ, രക്ഷാദൗത്യം, മെഡിക്കൽ എമർജൻസി എന്നിവയ്ക്കും ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളി നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്താണ് ഈ പുതിയ ഹെലികോപ്റ്ററുകൾ. ഈ അമേരിക്കൻ നിർമ്മിത സീഹോക്ക് ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ ദക്ഷിണ നാവിക കമാൻഡിന് കീഴിലാണ് വിന്യസിക്കുന്നത്. 6 ഹെലികോപ്റ്ററുകളാണ് ഒരു സ്ക്വാഡ്രണിൽ ഉൾപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത് 24 ഹെലികോപ്റ്ററുകളാണ്. ഇതിൽ 6 ഇതിനോടകം തന്നെ രാജ്യത്ത് എത്തിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ നാവികസേനയ്ക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. ചൈനീസ് അന്തർവാഹിനികളുടെ നിരീക്ഷണം പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ ഇന്ത്യ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ സമുദ്ര ഉപരിതലത്തിലെ യുദ്ധത്തിനും തിരച്ചിലിനും രക്ഷാദൗത്യങ്ങൾക്കും മെഡിക്കൽ ഇവാക്വേഷനും എന്നിവയ്ക്കെല്ലാം ഈ MH-60R ഹെലികോപ്റ്ററുകൾ ഒരുപോലെ ഉപയോഗിക്കാനാവും. ഇത് US നിർമ്മിതമാണെങ്കിലും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒട്ടേറെ ആയുധങ്ങളും ഉപകരണങ്ങളും ഈ MH-60R ഹെലികോപ്റ്ററിലുണ്ട്. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷനായ കൊച്ചി നാവികസേന ആസ്ഥാനത്തെ INS ഗരുഡയിലായിരുന്നു ഇതിന്റെ കമ്മീഷൻ ചടങ്ങ്. വിശിഷ്ട അതിഥികൾക്ക് മുന്നിലേക്ക് പറന്നെത്തിയ 4 റോമിയോ ഹെലികോപ്റ്ററുകൾക്ക് വാട്ടർ സല്യൂട്ട് നൽകിയാണ് നാവികസേന സ്വീകരിച്ചത്. കടൽ കൊള്ളയും ശത്രുക്കളുടെ അന്തർവാഹിനി സാന്നിധ്യവും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സമുദ്ര അതിർത്തികളിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രാധാന്യം കൂടി വരികയാണ്. ഇന്ത്യ അമേരിക്ക സർക്കാരുകൾ തമ്മിലുള്ള ഫോറിൻ മിലിറ്ററി സെയിൽസ് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്. 24 റോമിയോകളെ ഇന്ത്യയിൽ എത്തിക്കാൻ 2020 ഫെബ്രുവരിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു. ഏതാണ്ട് 14,000 കോടി രൂപയിലേറെയാണ് ഇതിനായി ഇന്ത്യ ചിലവിടുന്നത്. ആദ്യ 3 റോമിയോകൾ 2021 കൈമാറി. ഇവയിൽ ഇന്ത്യൻ നാവിക സേനാംഗങ്ങൾക്ക് അമേരിക്കയിൽ തന്നെ പരിശീലനവും നൽകി. 3 റോമിയോകളാണ് കൊച്ചിയിൽ എത്തിച്ചത്. 2022 ജൂലൈ 28-ന് 2 ഹെലികോപ്റ്ററുകൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി എത്തിച്ചു. 2025ഓടെ 24 ഹെലികോപ്റ്ററുകളും ഇന്ത്യക്ക് കൈമാറാനാണ് അമേരിക്കയുമായുള്ള ധാരണ. ശത്രുവിന്റെ മിസൈലുകളെയും വെടിയുണ്ടകളെയും ചേർക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ നിരയിലുള്ള ഏക ഹെലികോപ്റ്ററായി റോമിയോ മാറും. 4 ടോർപിഡോകൾ, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, എയർ ടു ഗ്രൗണ്ട് റോക്കറ്റുകൾ എന്നിവയാണ് റോമിയോയുടെ ആയുധങ്ങൾ. അതുപോലെ തന്നെ ശത്രു താവളത്തിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തി ഒരു പോറലും ഏൽക്കാതെ മടങ്ങിയെത്താനും ഈ ഹെലികോപ്റ്ററിന് കഴിയും. ഈ ഹെലികോപ്റ്ററിനെ പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടി റോൾ ഹെലികോപ്റ്റർ എന്നും വിളിക്കുന്നുണ്ട്. മടക്കാവുന്ന റോട്ടറുകളും വാലും ഈ ഹെലികോപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഷാഫ്റ്റ്, ഫ്ലെയർ എന്നിവ അന്തരീക്ഷത്തിലേക്ക് തുടരെ വർഷിച്ച് ശത്രുവിന്റെ റഡാറുകളെയും മിസൈലുകളെയും കബളിപ്പിച്ച് സ്വയം രക്ഷയ്ക്കുള്ള തന്ത്രവും MH-60Rലുണ്ട്. അതായത് ശത്രു കപ്പലുകൾ മിസൈലുകൾ തൊടുത്താൽ ചെറു തീഗോളങ്ങൾ ഇരുവശങ്ങളിലേക്കും വിതറാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ ഈ തീഗോളങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ ശത്രുക്കളുടെ റഡാറുകളുടെ ലക്ഷ്യം തെറ്റിക്കാൻ ലോഹ കണങ്ങൾ വർഷിക്കാനും കഴിയും. അതുപോലെ തന്നെ ശത്രുവിനെ നശിപ്പിക്കാൻ 38 ലേസർ ഗൈഡഡ് റോക്കറ്റുകളും 4 MK-54 ടോർപിഡോകളും യന്ത്ര തോക്കുകളും തദ്ദേശ നിർമ്മിത അണ്ടർ വാട്ടർ ബോംബുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഈ ഹെലികോപ്റ്ററിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.